തൃശ്ശൂർക്ക് പോവാം കേട്ടോ. ട്രെയിനിലാണ് പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റ് കിട്ടുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഞാൻ സീറ്റ് പിടിച്ചത് ഗൈസ്. അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടുള്ളതാണ് ഇത് ഗൈസ്. തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് നടന്നു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ നടന്നതിന് ശേഷമാണ് ഞാൻ ബസ്സിൽ കയറിയത് കേട്ടോ. അങ്ങനെ ബസ്സിലത്തെ യാത്രയാണ് ഇത് ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു. ഇന്നാണ് ഈ ചെറുതായിട്ട് നല്ല ഒരു അത്യാവശ്യമൊക്കെ മഴ ഉണ്ടായിരുന്നു. നല്ല ചെറുതായിട്ട് തണുപ്പ്. അതേ കൂടെ ബസ്സിൽ കൂടെ ഉള്ള യാത്ര അടിപൊളി വൈബായിരുന്നു. ബസ്സിൽ മാത്രമല്ല ഒരുപാട് നടന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയിൽ കയറിയിട്ട് നേരെ പോയതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു പെട്ടിക്കട എന്ന് ഞാൻ പറയാം. അവിടെ നിന്ന് ഞാനൊരു അച്ചാർ വാങ്ങിയിട്ടുണ്ട്, ഒരു നെല്ലിക്കച്ചാർ കേട്ടോ. അപ്പോൾ ആ നെല്ലിക്കച്ചാറിൻ്റെ ഒരു ബാക്കിയാണ് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കഴിക്കുന്നത് എന്തൊക്കെയോ ഓള് പറയുന്നുണ്ട്. അതിനുള്ള ഒരു ഞാനവിടെ പറഞ്ഞതും ചെയ്തതും ചിരിച്ചതും ഗൈസ്. അങ്ങനെ അതും പതുക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നേരെ പോയതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിരുന്നു. ഈ കാണുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയത് ഗൈസ്. ഫുഡ് കഴിക്കണത് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഫുഡ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരുപാട് നടന്നത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുഡ് വന്നപ്പോൾ വേഗം കഴിച്ചു ഗൈസ്. പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള നടക്കുന്നതാണിത്. ഫുഡ് കഴിച്ചിട്ട് നടക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. എന്നാലും ഞാൻ ഇങ്ങനെ നടന്നു ഗൈസ്. വോയിസ് കൊടുക്കണം കാരണം നല്ല സൗണ്ട് ഉണ്ട്, വണ്ടിയുടെ നല്ല സൗണ്ട് ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് വോയിസ് കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോകുന്നത് വേറെ എവിടേക്കോ ആണ് പോകുന്നത്. കൃത്യമായിട്ട് എനിക്ക് കണ്ടിട്ട് ഓർമ്മയില്ല. കാരണം തൃശ്ശൂരാണ്. ഒരുപാട് കറങ്ങി ചുറ്റിയിട്ട് എനിക്കറിയുന്ന സ്ഥലം നിലക്ക് ഗൈസ്. നാട്ടിൽ തന്നെ എനിക്ക് ഒന്നും അറിയില്ല. കാരണം ഞാനേ ഉള്ളൂ. അങ്ങനെ ഞാനും അവളും കൂടെ ഇങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ. ഈ ഗുഹയ്ക്ക് എന്തൊക്കെയോ പേരൊക്കെ ഉണ്ടാവും ഗൈസ്, എനിക്കതൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഞാനിങ്ങനെ ഇതിലൂടെ വന്നിട്ട് അതിലൂടെ ഒക്കെ ഇതിലൂടെ കയറിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ കയറി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൾക്ക് ഭയങ്കര ചാട ഫേസ് കാണിക്കുക. അപ്പോൾ അവളെ ബാക്കെങ്കിലും ഞാൻ എടുത്ത് കാണിക്കാം. അങ്ങനെ കയറി ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഓളെ ഞാൻ ബാക്കൊക്കെ കാണിച്ചു. അവൾക്ക് ഫ്രണ്ട് കാണിക്കാൻ ഭയങ്കര ചാട. അപ്പോൾ ഞാൻ അവളുടെ ബാക്കെങ്കിലും കാണിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെയാണ് പോയത്. ഞാൻ ഒരു വട്ടം ഇവിടെ വന്നിരുന്നു. ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഇരുന്നു. നടന്ന ക്ഷീണമൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് തീർത്തു ഗൈസ്. ഞാൻ കാണുന്ന ആ ഒരു ഇതിൻ്റെ ചുറ്റും അവിടെ കുറേ പേര് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു ഗൈസ്. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ചുറ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെ അതന്നെ. പിന്നെ എൻ്റെ കുറേ കോപ്രായത്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കച്ചറ ഞാൻ അങ്ങോട്ടും കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ ഫേസ് എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആവാണ്ടിരിക്കും ഈ വെയിലത്തൊക്കെ ഇറങ്ങി അങ്ങനെ ആവാണ്ടിരിക്കും ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഒന്നാമത് വേറെ ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞാൽ നല്ല ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ മരിച്ചു പോയെന്നാണ്, ചത്തു എന്നൊക്കെ ഞാൻ പറയാനിരിക്കുന്നത് ഗൈസ്. അങ്ങനെ കുറേ നേരം അവിടെ നടന്ന് ക്ഷീണം കേട്ടോ. ഞാൻ ഇരുന്ന ആ ഭാഗത്ത് കുറേ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങൻ്റെ ചുവട്ടിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അവിടെ താഴെ വീണ മാങ്ങൊക്കെ ഞാൻ കുറച്ചൊക്കെ ബാഗിലിട്ട് കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് നന്നായിട്ട് കഴിച്ചു ഗൈസ്. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീടെത്താൻ വേണ്ടിയിട്ട് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോയത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് അവിടെ എനിക്ക് വേഗം കാരണം നടന്നത് കാരണം എനിക്ക് അവിടെ നിന്ന് കുറച്ച് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി അവിടെ പോയി ഇരുന്നു ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബസ് വന്നു. ഞാനങ്ങനെ ബസ്സിൽ കയറി. അവിടെ നിന്നും ഞാൻ സീറ്റിൽ ഇരുന്നു ഗൈസ്. ഓടിപ്പോയി ഞാൻ ബസ്സിൽ കയറിയിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വീട് പിടിക്കാനുള്ള ഒരു ഇതായിരുന്നു. ബസ് കയറിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്തു ഗൈസ്. നല്ല തണുപ്പ്. ഞാനാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത്. നല്ല മഴ നല്ല തണുപ്പൊക്കെ കാരണം ഞാനിങ്ങനെ ബസ്സിൽ പാട്ടുണ്ടായിരുന്നില്ല. പാട്ടില്ലെങ്കിൽ നല്ല മഴ നല്ല തണുപ്പ് നല്ല വൈബൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. ബൈ ഗൈസ്.